ിലേക്ക് പോയാൽ പൊന്നാനിയിൽ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയെന്ന കാരണം പറഞ്ഞ് മത്സ്യബന്ധന ബോട്ടിന് ഭീമമായ പിഴ ചുമത്തിയെന്ന ആക്ഷേപം. ഒരു വർഷത്തെ ലൈസൻസ് പുതുക്കിയില്ല എന്ന കാരണം പറഞ്ഞ് 2100 രൂപ നൽകിയിരുന്നിടത്ത് 90,000 രൂപയുടെ പിഴയാണ് ചുമത്തിയത്. AK അബ്ദുള്ളക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഭാരത് ബോട്ടിനാണ് വൻതുക പിഴ ചുമത്തിയത്. മത്സ്യബന്ധനത്തിനിടെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് അബ്ദുള്ളക്കുട്ടിയുടെ ബോട്ട് ഫിഷറീസ് റെസ്ക്യൂ സംഘം കരക്കെത്തിച്ചിരുന്നു. ലൈസൻസ് പരിശോധിച്ചപ്പോൾ ലൈസൻസ് പുതുക്കിയില്ലെന്ന് കണ്ടെത്തി. നേരത്തെ 90,000 രൂപ പിഴയടക്കാനാണ് നോട്ടീസ് ലഭിച്ചത്. നേരത്തെ 2100 രൂപ മാത്രം പിഴയടച്ചിരുന്നിടത്ത് പലിശ ഉൾപ്പെടെ 7,000 രൂപ പിഴ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അബ്ദുള്ളക്കുട്ടി ഫിഷറീസ് ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ ഇത്രയും തുക അടക്കണമെന്ന നിർദ്ദേശമാണ് ലഭിച്ചത്. ഫിഷറീസ് ഓഫീസ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും ഇതിലുള്ള വിരോധമാണ് ഭീമമായ തുക പിഴ ചുമത്താൻ ഇടയാക്കിയതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. എൻ്റെ ഒരു കൊല്ലത്തെ പൈസ ഇവിടെ ഈ ബോട്ട് തീ കത്തി, അതിൻ്റെ പേപ്പർ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിടിച്ചാകുമ്പോഴത്തേനും ഒരു കൊല്ലത്തെ ഇത് വന്നു. അപ്പോൾ ഇവിടെ സാധാരണ ഒരു കൊല്ലത്തേനും 2 കൊല്ലത്തേനും വന്നാൽ അവർ അതൊക്കെല്ലാം കാശ് ഇതുള്ള അടച്ചാളാന്ന് 2100 റുപ്യ ഉള്ളൂ. അതിനാണ് 90,000 റുപ്യ ഫൈൻ ഇട്ടുന്നത്. ഇവർക്കെതിരായിട്ട് ഞങ്ങളിവിടെ സമരം നടത്തി. അപ്പോൾ നിങ്ങൾ അങ്ങനെ നടത്താൻ പാടില്ല, ഞങ്ങൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതെല്ലാം അവർ. വലിയ പ്രതിഷേധമാണ് നടപടിക്കെതിരെ വരുന്നത്. ഈ ലാസ്റ്റ് സീസണിലൊക്കെ പണി കിട്ടേണ്ട സമയം, ആ സമയത്ത് ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചാൽ ഇനിയിപ്പോൾ ഈ കിട്ടണ കാശ് ഈ ഒന്നര മാസം ഈ റഫിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുമേ ഇറക്കാനുള്ള പൈസ തന്നെ വേറെ വല്ല ബാങ്കിൽ പണയം വെച്ചിട്ടോ കടം മേടിച്ചിട്ടോ ചെയ്യണം. ഈ മത്സ്യത്തൊഴിലാളി ഈ ഫിഷറീസ് ഇപ്പോൾ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്, മത്സ്യത്തൊഴിലാളികളെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഏതായാലും അവരെ സഹായമൊന്നും കിട്ടാനില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സബ്സിഡി കൊടുക്കട്ടെ. ഇപ്പോൾ ഈ ലൈസൻസ് ഫീ 4 ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരു പക തീർക്കാതെ ഇപ്പം ഞാൻ തുറന്നിട്ട് പറഞ്ഞില്ല, ഇത് മനഃപൂർവ്വം ഓരോരുത്തരെ പക തീർക്കാം. മൂപ്പര് ആ പ്രകടനത്തിൽ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ പക മൂപ്പര് തീർത്താണ്. അതുപോലെ നമ്മളെ തീർക്കും. ഇവർക്ക് പറ്റുവരൊക്കെ ഇവർ തീർക്കും. അല്ലാതെ ഇവര് ഇത് ഇവിടെ ബോട്ട് ഇവിടെ എത്ര ബോട്ട് പിടിച്ചു വിടുന്നുണ്ട്. ഇവര് ചിലപ്പോൾ 500 റുപ്യ 1000 റുപ്യ ഒന്നും അല്ലാതെ വിടുന്നുണ്ട്. എന്തുകൊണ്ട് മൂപ്പര് ഈ ബോട്ട് കത്തിയിട്ട് 4-5 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ട് ഇറക്കിയ ബോട്ടാണ്. ഇപ്പോൾ ഹാർബറിൽ കത്തിയ ബോട്ടാണ്. അതിന് ഒരു സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടില്ല. എന്നാൽ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയതിന് KMFR ആക്ട് പ്രകാരമുള്ള പിഴ സംഖ്യ മാത്രമാണ് ചുമത്തിയതെന്ന് ഫിഷറീസ് DD പറഞ്ഞു. ഓരോ മത്സ്യബന്ധനയാനങ്ങളുടെയും ഹോഴ്സ് പവർ കണക്കാക്കിയാണ് പിഴ ഈടാക്കുന്നതെന്നുമാണ് ഫിഷറീസ് DDയുടെ വിശദീകരണം. News 18 മലപ്പുറം. പണപ്പിരിവ്